പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനൊരു 80 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് ബട്ടറിൽ മാത്രമാണ് കുക്ക് ചെയ്യുന്നത്, വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കപ്പ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നല്ല മുളക് പൊടി ചേർത്താലും മതി. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രാബ് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ ക്രാബാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രാബൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.